ഇന്ന് നിങ്ങളെ ഞാനൊരു കാര്യം പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ടൈം ഇവിടെ കൃഷി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ സീഡൊക്കെ ഇങ്ങനെ നട്ട് കഴിഞ്ഞ് കിളുത്തങ്ങോട്ട് വന്ന് 2 ദിവസം കഴിയുമ്പം അതൊന്നും കാണത്തില്ല. ഒന്നും എല്ലാ കാര്യങ്ങളും പയറ് പാവൽ എന്തുവായാലും അങ്ങനെ തന്നെ. അപ്പം എനിക്കിതൊന്നും അറിയില്ല, എന്തോ കാര്യം ഞങ്ങളിവിടെ എല്ലാം നോക്കുന്നുണ്ട്. ഞങ്ങൾ ഓർത്ത് ഇനി കിളികളോ വല്ലതും തിന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പിന്നെയും സീഡ് നട്ടു, ഇങ്ങനെ കിളുത്ത്. പിന്നെ അറിഞ്ഞത് ഈ ഒച്ചുണ്ടല്ലോ അത് വന്ന തിന്നുന്നെന്ന്. അപ്പം എന്നോട് ഓരോരുത്തരും ഓരോ മരുന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഓരോരുത്തരും ഉപ്പിടാനും അതൊക്കെ, പക്ഷെ ഉപ്പിട്ടാലൊക്കെ അറിയാമല്ലോ, ഇതെല്ലാം നമുക്കറിയില്ലല്ലോ എന്തുവാ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഇപ്പോഴാണ് എൻ്റെ ഫാദറിലോ പപ്പ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനൊരു മരുന്നുണ്ട്, അത് മേടിച്ചിട്ടാൽ മതിയെന്ന്. അപ്പം പിന്നെ ഞാൻ ഇന്ന് വരെ ഞാൻ അത് ചെടി കുരു അങ്ങോട്ട് നമ്മൾ നടത്തില്ലേ, സീഡ് അങ്ങോട്ട് നട്ട് കഴിഞ്ഞ് അത് കിളുത്ത് വരുന്ന സമയത്ത് ഞാൻ അത് ഇടും. അതുകൊണ്ട് ഇന്ന് വരെ അത് ഒച്ചിൻ്റെ ഒരു ഉപദ്രവം എനിക്ക് ഇതുവരെ അതിപ്പിന് ഉണ്ടായിട്ടില്ല. അത് ഞാൻ കാണിക്കാം നിങ്ങളെ. ഇതാണ് ആ സാധനം. ഇതിപ്പം ഒരു 4-5 വർഷമായതാണ് ഞാൻ മേടിച്ചിട്ട്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചു, വലിയൊരു ബാഗാ. അപ്പം കുറച്ച് മതി, ചിരിച്ചിരി ഇട്ടാൽ മതി, ഇങ്ങനെ ഒരു വെതറി ഇങ്ങനെ ഇട്ടാൽ മതി. ഇതിട്ടാൽ ഒച്ചൊന്നും വരത്തില്ല, ഒത്തിരി നല്ല. അതെല്ലാം എഴുതിയിട്ടുണ്ട്, സ്നീൽ ആൻഡ് സ്ലക്ക് ഇല്ല. അപ്പം ഇതിട്ടാൽ മതി, ഒത്തിരി നല്ല സാധനമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒച്ചിൻ്റെ ഉപദ്രവം ഉള്ളവർ ഇത് യൂസ് ചെയ്യുക. ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഇതാകുമ്പം നമുക്ക് ഇത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ അടച്ചു വെക്കാം, ഒരു കുഴപ്പവും വരത്തില്ല. അപ്പം ഇത് ഒത്തിരി നല്ല സാധനമാണ്. അതാ ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, ഒരു സാധനം കിട്ടി എൻ്റെ ഗാർഡനിൽ നിന്ന്. അത് നിങ്ങൾ കണ്ടാൽ ചിരിക്കും. എനിക്ക് തന്നെ അത് കാണുമ്പോൾ ഭയങ്കര ചിരിയാണ്. കാരണം നമ്മുടെ ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിലത്തെ വെള്ളരിക്ക കിട്ടത്തില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം വെള്ളരിക്ക, നമ്മുടെ നാട്ടിലത്തെ വെള്ളരിക്ക. അതിവിടെ കിട്ടാനില്ല. പക്ഷെ ചില ആൾക്കാരുടെ വീട്ടിലുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ സീഡ് കിട്ടിയിട്ടില്ല. ഞാൻ ഓരോരുത്തരോടൊക്കെ ചോദിച്ചു, പക്ഷെ എനിക്ക് ഇന്നുവരെ അത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ നമ്മുടെ ഇന്ത്യൻ കടയിൽ നിന്ന് ഒരു സീസ് ഈ ഉരുണ്ടിരിക്കുന്ന വെള്ളരിക്ക ഉണ്ടല്ലോ, അത് ഞാൻ മേടിച്ചു. എന്നിട്ട് അതിൻ്റെ സീഡ് ഞാൻ എടുത്തു വെച്ചു. ഈ പ്രാവശ്യം ഞാനത് പാകിയത് കിളുത്ത് വന്നു. ഞാൻ അതിൻ്റെ ചെടി കാണിക്കാം. എനിക്ക് കിട്ടിയ വെള്ളരിക്ക നിങ്ങളെ ഞാൻ കാണിക്കാമേ. അപ്പൊ ഇതാണ് ഞാൻ നട്ട വെള്ളരി. ഞാൻ ചട്ടിയിലാണ് നട്ട്. ഇതെല്ലാം ഇങ്ങനെ പടന്ന് കിളിക്കുന്നുണ്ട്, പടന്ന് വരും. ഇത് ഫുള്ള് കേട്ടോ, ഇത് പടന്ന് വരും. അപ്പൊ ഇന്നലെ ഞാൻ നോക്കിയപ്പോ ഒരു വെള്ളരിക്ക വളഞ്ഞു നിൽക്കുന്നു, കണ്ടോ? എനിക്ക് നമ്മുടെ ഒരു ചെറിയ നാരങ്ങയൊക്കെ ഇച്ചിരിയുടെ വലിപ്പം കാണുന്നുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ വെള്ളരിക്ക. ആരെങ്കിലും വലിയ വെള്ളരിക്ക ഉണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും അതിൻ്റെ സീഡ് തരണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ്. നമുക്ക് എല്ലാത്തിനകത്തൊരു യൂസ് ചെയ്യാം. അത് നമുക്ക് മോരുകറി വെക്കാം, അവിയലിനകത്തിടാം, സാമ്പാറിനകത്തിടാം. അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം. ആർക്കെങ്കിലും എൻ്റെ സീഡ് ഉണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് തരണേ. ഇതുകൊണ്ട് ഇതെല്ലാം കുരുകുരാൻ ചെറിയ നാരങ്ങ കഞ്ചി കൊച്ചു നാരങ്ങയുടെ അത്രയെല്ലാം ആയി വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതെല്ലാം ആയി വരുന്നുണ്ടോ? അങ്ങനെ അതാ എൻ്റെ ഈ പ്രാവശ്യത്തെ വെള്ളരിക്ക. സോ താങ്ക് യു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.